കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് വള്ളംകളി കാണാൻ പോകണമെന്നുള്ളത്. നമ്മുടെ ആലപ്പുഴക്കാരുടെ ഒരു ജലോത്സവമാണ് വള്ളംകളിയെങ്കിലും ഇന്ന് വരെ വള്ളംകളി നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും നമ്മുടെ ആൻറ്റിയുടെ വീട് ചമ്പക്കുളത്തുള്ളത് കൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വള്ളം തൊളി നല്ല ആസ്വദിച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയ ഇറക്കമാണിത്. അപ്പോൾ എന്തായാലും നമ്മളീ പോകുന്നത് ചമ്പക്കുളങ്ങളിൽ വള്ളംകളി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ 3 പേരുടെയും ആഗ്രഹം മാനിച്ച് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴേക്കും ബസ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ പ്രിയദർശിനി ബസ് കാത്തു നിൽക്കുന്ന നിപ്പിൽ നമ്മൾ 3 ചായയും കുടിച്ചു. കുറച്ച് നേരം നമ്മുടെ സൊറയൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ബസ് വരാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നേ. എന്തായാലും പറയണമല്ലോ, ചായ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ 2-3 ലൈസൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ച് നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുവാണ്. അപ്പം നമ്മുടെ ബസ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ കുറച്ച് നേരം കൂടി കാത്തുകെട്ടിയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇരുന്ന് അവസാനം നമ്മുടെ ബസ് ഇതാ വന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ അങ്ങോട്ടേക്കൊരു ഓട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. അപ്പോൾ എല്ലാവരും കൂടെ ഓടിപ്പിടിച്ച് വന്നതുകൊണ്ട് എനിക്ക് അത് കറക്റ്റായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രീജ ഫ്രണ്ടേ തന്നെ ചാടിക്കയറി സൈഡ് സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പുറകെ പറ്റി അതിന് പുറകെ ഞാനുമായിട്ടാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ കയറി ബസ്സിലിരുന്നു. കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും ബസ് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ എത്ര സമയമാകുമെന്നൊന്നും അറിയത്തില്ല. ഒരു മണിക്കൂറത്തൊക്കെ ഓട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബസ് അത്യാവശ്യം ഇഴഞ്ഞിഴഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഈ വള്ളംകളി കാണാനുള്ള ഒരു ത്വരയിൽ നമ്മൾ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും അവിടെ ചെല്ലണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രിയദർശിനി 0 ബാലൻസിൻ്റെ ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. നമ്മളിത് 2ാമത്തെ തവണയാണ് പ്രിയദർശിനിയിൽ കയറുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ കയ്യിൽ ആ ടിക്കറ്റ് കിട്ടിയപ്പോൾ. പിന്നെ നമ്മൾ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. ഈ പാടവും പുഴയിലല്ല ആറും ഒക്കെ കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഹാപ്പി ആയിട്ടിരുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾക്ക് ആ വള്ളംകളിയുടെ ഒരു പ്രതീതി നമ്മുടെ മനസ്സിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മളവിടെ ചെന്നപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെയായിരുന്നു. ഇതാ കണ്ടില്ലേ, പമ്പരമൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അവിടെ അത്രയും സെറ്റപ്പൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടത്തം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു വഴിയായി എന്ന് പറയാം. പിന്നെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വള്ളംകളി കാണുക എന്നായതുകൊണ്ട് നമുക്ക് ഈ നടത്തമൊന്നും ഒരു ഇതായിട്ട് തോന്നില്ല. പോയ വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. അതാ ഇതുപോലെ അപ്പോൾ വള്ളംകളിയെ ഇങ്ങനെ ആസ്വദിക്കാനും ഹാപ്പി ആക്കാനായിട്ടൊക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ആൾക്കാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ടീമായിരുന്നു ഇതാ ഈ കാണുന്നത്. അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇതുപോലത്തെ പല ടീമുകളായിട്ട് തിരിഞ്ഞ ആളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെ ഒരു ഉത്സവമാണല്ലോ ഇത്. അപ്പോൾ എന്തായാലും അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്തി വേണമെന്ന് വയ്ക്കോ.
വന്നതേ ഉള്ളടി. ചോറ് കഴിച്ചില്ലെന്ന് ലാസ്റ്റ് കഴിക്കുന്ന വെള്ളം ഞങ്ങളുടെ അപ്പോൾ എന്തായാലും വള്ളംകളിയൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു സമയമായി കേട്ടോ. കണ്ട നല്ല ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് വീട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ബസ്സൊക്കെ കിട്ടി. നമ്മൾ ബസ്സിൽ കയറിയിരുന്ന് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണിൽ നമ്മുടെ വള്ളംകളി നമുക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ എന്തായാലും ബൈ.